ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാമ്പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. നമ്മൾ രാമായണം കഴിഞ്ഞ ദിവസം വായിച്ചത് ഭരതൻ കൈകേയി രാജ്യത്തു നിന്ന് വന്ന് എല്ലാ വിവരങ്ങളെല്ലാം അറിഞ്ഞ് കൈകേയിയാണ് ഇതെല്ലാം കാരണക്കാരി എന്നറിഞ്ഞു. രാജാവിനെ മരിച്ചതൊക്കെ അറിഞ്ഞു കൗസല്യമ്മയുടെ വീട്ടിലേക്ക് പോയി കാണാൻ. ദുഃഖമെല്ലാം കരഞ്ഞും കൊണ്ടാണ് പോകുന്നത്. അമ്മയെ ശരിക്കും കൈകേയിയായിട്ടുള്ള യഥാർത്ഥ അമ്മയെ ശരിക്കും സ്പർശിച്ചു, ദുഃഖിച്ചു സത്വരം ചെന്ന് കൗസല്യ ഗൃഹം പുക്കാൻ. അത്രമാത്രം വിഷം കുടിച്ച് ഞാൻ മരിച്ചു കളയും, അല്ലെങ്കിൽ വാളെടുത്ത് കഴുത്ത് വെട്ടി മരിക്കും, ഇല്ലെങ്കിൽ തീയിൽ ചാടി ഞാൻ മരിച്ചു കളയും. എത്രമാത്രം ദുഃഖത്തിൽ ആ ഭരതൻ കിടന്ന് വിഷമിച്ചു. എന്നിട്ട് ദുഷ്ടേ ഭയങ്കരി ആ മാതാവിനെ കൈകേയി പറയുന്നു, ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കും. ഇതുമൂലം ഇത്രയും ഘോര ദുഷ്ടതരമല്ലേ കാണിച്ചത്. അതെല്ലാം ഈ മകൻ ഇങ്ങനെ പറഞ്ഞും കരഞ്ഞും കൗസല്യമ്മയെടുത്ത് അടുക്കലേക്ക് പോയി. പാതേ നമസ്കരിച്ചൊരു ഭരതനെ മാതാവ് കൗസല്യ ഉണർന്നിടിനാൾ. കൗസല്യ അപ്പോഴ് ആ കുട്ടിയെ ആലിംഗനം ചെയ്ത് പുണർന്നു. കാരണം ദുഃഖത്തോട് കരഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. പാതേ ചെന്ന് നമസ്കരിച്ചപ്പോൾ കൗസല്യാമ്മ ആലിംഗനം ചെയ്തു. കണ്ണുനീരോടും മെലിഞ്ഞ അതിദീനയായും ഭിന്നയായൊരു കൗസല്യ ചൊല്ലിടിനാൾ. അത്രമാത്രം വിഷമിച്ച ദീനയായിട്ടും, കാരണം മകൻ പോയ ദുഃഖവും വനത്തിൽ പോയ ദുഃഖം, ഭർത്താവ് മരിച്ച ദുഃഖം, അങ്ങനെ ഖിന്നയായി വിഷമിച്ച് മെലിഞ്ഞ് അത്രമാത്രം വല്ലാതെയായിപ്പോയി ആ കൗസല്യാമ്മ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. എൻ്റെ മകൻ ദൂരേക്ക് വനത്തിലേക്ക് പോയത് കാരണം ഇത്രയെല്ലാം ദുഃഖം കർമ്മദോഷം എന്നൊക്കെ അവർ പറഞ്ഞു. ഇതെൻ്റെ കർമ്മദോഷമാണ്. ശ്രീരാമനും അനുജാതനും സീതയും ശ്രീരാംബര ജടാധാരികളായി വനം പ്രാപിച്ചത് എന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിടിനാർ നിർദ്ദയം. ശ്രീരാമനും ലക്ഷ്മണൻ അനുജനും സീതയും ശ്രീരാംബര താപസന്മാരുടെ വേഷം ധരിച്ച് വനത്തിലേക്ക് പോയപ്പോൾ അത്രമാത്രം ദുഃഖാംബുരാശി സമുദ്രം പോലെ ദുഃഖത്തിൽ ആഴ്ത്തിക്കളഞ്ഞു. ഈ താപം അത്ര ദുഃഖത്തിൽ പെട്ടുപോയി കൗസല്യാമ്മ. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ നാഥാ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലം. എങ്കിലും ദുഃഖം എന്നെ പിരിയുന്നതിൽ ഒരിക്കലും ഉൾക്കാമ്പിൽ ഓർത്താൽ വിധിബലമാം തുലോം. പരമാത്മാവായ നാരായണനാണല്ലോ അവതരിച്ചത് രാമനായിട്ട്. അതുകൊണ്ട് രഘുവംശനായക ഭഗവാനെ പരമാത്മാ അങ്ങ് തന്നെ ഭഗവാൻ എൻ്റെ മകനായി നന്ദനായി ഇവിടെ ജനിച്ചു. എന്നിട്ട് പോലും എനിക്ക് ദുഃഖത്തിന് ഒരു അറുതിയില്ല. എന്നെ പിരിയുന്നില്ലല്ലോ. ഭഗവാനാണ് അവതരിച്ചപ്പോൾ ഒരു മാതാവ് എത്രമാത്രം സന്തോഷിക്കേണ്ടതാ. ഒരു ഈശ്വരനല്ലേ അവതരിച്ചേക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ എന്നിട്ട് എനിക്ക് ദുഃഖം എന്നെ പിരിയുന്നില്ല ഒരിക്കലും. ഉൾക്കാമ്പിൽ ഓർത്താൽ വിധി ബലമാന്തൂല. ഇത് ഞാൻ ഓർത്താൽ ഇത് വിധിയാണല്ലോ. യുദ്ധം കരയുന്ന മാതാവ് തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. അങ്ങനെ കരയുന്ന മാതാവിൻ്റെക്കൽ അത്രത്തോളം ദുഃഖത്തോടുകൂടി ഭരതൻ പറയുന്നു, ആതുര മാനസയാകായ ഇതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം. അമ്മ അങ്ങനെ ദുഃഖിക്കാതിരിക്കൂ, ഞാൻ പറയുന്ന കേൾക്കൂ. രാഘവ രാജ്യ അഭിഷേകം മുടക്കിയ ആൾ കൈകേയിയാകിയ മാതാവേ കൗസല്യാമ്മേ, ഇത് മുടക്കിയത് കൈകേയിയാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല, രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞത്രേ. അതെങ്കിലോ മാതാവേ, ഞാൻ അറിഞ്ഞിട്ടില്ല മാതാവേ. ഞാനങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവേ, ബ്രഹ്മഹത്യാ ശതജാതമാം പാപവും അമ്മയെ പൂജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല അമ്മേ, രാഘവൻ തന്നെയാണ് ഞാൻ അറിയില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞത്രേ. എന്തെങ്കിലോ ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രഹ്മഹത്യാ ശതജാതമാം 100 ബ്രാഹ്മണരെ കൊന്ന പാപം ഞാൻ അനുഭവിക്കണം, ഞാൻ ഭുജിക്കണം, അത് ഞാൻ തിന്നണം പാപം. അത്രമാത്രം 100 ബ്രാഹ്മണരെ കൊന്ന പാപം ഞാൻ അനുഭവിക്കണം. അങ്ങനെ അമ്മേ, അത് ഭുജിക്കുന്നതുണ്ട് ഞാൻ നിർണയം. അങ്ങനെ വരൂ അമ്മേ,
ഞാനത് അറിഞ്ഞിട്ടില്ല. രാഘവനാണ് സത്യം അമ്മേ, ഞാൻ അറിഞ്ഞിട്ടില്ല. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. അതായത് വസിഷ്ഠമഹാമുനിയായ പാപവും, ബ്രഹ്മാത്മജനാണല്ലോ വസിഷ്ഠമഹാമുനി, അദ്ദേഹത്തിൻ്റെ പത്നിയായ അരുന്ധതിയൊക്കെ വാളുകൊണ്ട് വധിച്ചാൽ എന്ത് പാപമാണ് കിട്ടുന്നത്, അത് അനുഭവിക്കേണ്ടി വരും. അങ്ങനെയാണ് ഇതിൻ്റെ പാപം. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. ഇങ്ങനെയെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ദുഃഖം കലർന്ന് ഭരതൻ കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ. ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ജനനി ആരാ? കൗസല്യാമ്മ. ഭരതൻ്റെ അമ്മയല്ല, കൈകൈയാണ് ഭരതൻ്റെ അമ്മ. ഇത് ശ്രീരാമ ഭഗവാന്റെ അമ്മ പറയുന്നു, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. നിനക്കൊരു ദോഷവും ഇല്ല, ഞാനത് മനസ്സിലാക്കി. ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠം ഉത്തമാകെ മുകർന്നാൾ. അത് കണ്ടവരൊക്കെ അങ്ങനെ ആ കുട്ടിയെ ഭരതനെ ഗാഠം ആലിംഗനമൊക്കെ ചെയ്ത് ഉത്തമാകെ തലയിലൊക്കെ അനുഗ്രഹിച്ച് മുകർന്ന ആൾ. അത് കണ്ടവരൊക്കെ വാവിട്ട് കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ടു. അപ്പോൾ നിന്നവരെല്ലാം ഈ ദുഃഖവും ഈ ഭരതൻ്റെ കരച്ചിലും അമ്മയുടെ കരച്ചിലും ഇതെല്ലാം കണ്ടപ്പോൾ അവിടെ നിന്നവരെല്ലാവരും ദുഃഖത്തിൽ കരഞ്ഞു തുടങ്ങി. അത് കേട്ട് വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോട് അൻപോട് എഴുന്നള്ളി. അപ്പോൾ ഈ കരച്ചിലും ബഹളമെല്ലാം കേട്ടപ്പോൾ മന്ത്രികളുമായിട്ട് വസിഷ്ഠമഹാമുനിയിടയ്ക്ക് വന്നു. സന്താപമോട് തൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. വസിഷ്ഠമഹാമുനിയെ കണ്ടപ്പോഴേ ഭരതൻ തൊഴിട്ട് കരച്ചിൽ കേട്ടപ്പോൾ വസിഷ്ഠൻ പറയുന്നു, ഖേദം മതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ. നിങ്ങളുടെ ഖേദങ്ങളൊക്കെ കളയൂ, മതിയാക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. കേളിതു കേവലം വൃദ്ധൻ, ദശരഥ മഹാരാജാവായ വൃദ്ധൻ രാജാധിപനായിരുന്നു, സത്യപരാക്രമനായിരുന്നു, വിജ്ഞാന വീര്യവാനായിരുന്നു. മർത്യസുഖങ്ങളും രാജഭോഗങ്ങളും ഭുക്വ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വ ബഹുധന ദക്ഷിണയും മുതാ ദത്വ ത്രിവിഷ്ടവം ഗത്വ യഥാസുഖം. അദ്ദേഹം നല്ലൊരു രാജാധിപനായിരുന്നു, സത്യപരാക്രമനായിരുന്നു, വിജ്ഞാനിയായിരുന്നു, വിജ്ഞാന വീര്യവാനായിരുന്നു. മനുഷ്യൻ്റെ സുഖങ്ങളും രാജഭോഗങ്ങളെല്ലാം നന്നായി അനുഭവിച്ചു. ഭുക്വ യഥാവിധി തന്നെ യജ്ഞങ്ങളും നടത്തി, ബഹുകൃത്വ ബഹുധനങ്ങളെല്ലാം ദാനങ്ങളും ദക്ഷിണയൊക്കെ ചെയ്തു. ദത്വ എവിടെ പോയി? ദേവലോകം പ്രാപിച്ചു യഥാസുഖം. അങ്ങനെ ആ രാജാവിനെ ഓർത്ത് എന്തിനാ ദുഃഖിക്കുന്നതാണ്? കാരണം ചെയ്യുവാനുള്ളതെല്ലാം ഒരു മനുഷ്യനെ കിട്ടേണ്ട സുഖങ്ങളാണോ? രാജഭോഗങ്ങളെല്ലാം അനുഭവിച്ച് ഭൂമിയിൽ എന്തെല്ലാം വേണം അതെല്ലാം നടത്തി, സുഖങ്ങളെല്ലാം അനുഭവിച്ചു. എന്നിട്ടോ വേണ്ടുന്ന ധർമ്മങ്ങളെല്ലാം നടത്തി, ദാനങ്ങൾ ചെയ്തു, ഇതെല്ലാം സത്യങ്ങൾ പാലിച്ചു, പ്രജകളെ രക്ഷിച്ചു. ഇതെല്ലാം നടത്തിയ ഒരാൾ ഇപ്പോൾ നന്നായി സുഖിക്കുന്നു ദേവലോകത്തിരുന്ന്. ലബ്ധ്വ പുരന്തരാർത്ഥാസനം ദുർലഭം വൃത്രാരി മുഖ്യ ത്രിദശൗഖ വന്ധ്യനായി ആനന്ദമോടിരിക്കുന്നതിന് എന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു. ഇങ്ങനെ ലബ്ധ്വ പുരന്തരാർത്ഥാസനം, അതായത് എല്ലാവർക്കും എല്ലാം നൽകിയിട്ട് സ്വർഗത്ത് പോയിട്ട് എന്ത് ചെയ്തു? ഇന്ദ്രൻ്റെ അർത്ഥാസനം അത് കിട്ടി. വൃത്രാരി മുഖ്യ ത്രിദശൗഖ വന്ധ്യനായി, അതായത് ഇന്ദ്രാദികളായ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനായ ഈ രാജാവിനെ, ഈ പിതാവിനെ ഓർത്തിട്ട് നീ എന്തിനാ നിന്റെ മുഖം ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിടുന്നത്? നീ എന്തിനാ ഇങ്ങനെ മുഖം താഴ്ത്തി കരയുന്നത്? ശുദ്ധൻ ആത്മാ ജന്മനാശാദി വർജിതൻ, ശുദ്ധൻ ആത്മാ ജന്മനാശാദി വർജിതൻ, നിത്യൻ നിരുപമൻ അവ്യൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതിഹീനൻ ജഗൽകാരണൻ. അതായത് പരമാത്മാവായ ഈശ്വരൻ ജന്മനാശാദിവർജിതൻ, ജനനമരണങ്ങളില്ലാത്തവൻ, നിത്യനാണ്, അത് നിരുപമനാണ്, അവ്യൻ അദ്വയനാണ്, അത് ഏകനാണ്, സത്യസ്വരൂപനാണ്, സകല ജഗന്മയൻ, മൃത്യുജന്മാതിഹീനൻ, ജനനമരണങ്ങളില്ലാത്ത പരമാത്മാവ ജഗൽ കാരണൻ. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭങ്കുരം, ദേഹമെടുത്താൽ എന്താ? മനുഷ്യൻ ഇപ്പം ശ്രീരാം ഭഗവാനായാലും ദേഹം എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ജഡം പെട്ടെന്ന് തന്നെ അത് ക്ഷണഭങ്കുരമാണ്, എപ്പോഴും ദേഹത്തിന് നാശമുണ്ട്. മോഹൈക കാരണം മുക്തി വിരോധകം, നമ്മുടെ ആഗ്രഹങ്ങളുടെ കാരണം കൊണ്ടാണ് നമുക്ക് മുക്തി വിരോധകം, അമോക്ഷത്തിന് വിരോധമായി തീരുന്നത്. നമുക്ക് മുക്തനാവണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നശിക്കണം. ഇവിടെ മോഹയ കാരണം കൊണ്ട്, ആഗ്രഹങ്ങളുടെ കാരണം കൊണ്ടാണ് നമുക്ക് മുക്തി വിരോധകമാകുന്നത്. മുക്തിക്ക്
വിരോധമാകുന്നത്, ഇല്ലായ്മയാകുന്നത്. മുക്തനാവണമെങ്കിൽ മോഹങ്ങളെല്ലാം അറ്റുപോകണം. ശുദ്ധവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിന് അവകാശമില്ലേതുമേ. ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. അപ്പോൾ ദുഃഖിച്ചിട്ട് എന്താ കാരണം? മരിച്ചവർക്ക് വേണ്ടി എന്താ ഫലം? കാരണം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ, ശുദ്ധിയില്ലായ്മ. ഇവിടെ നിലവിളിക്കുന്ന ശുദ്ധിഹീനമാണ്, ശുദ്ധിയില്ലായ്മയാണ്. ഒരു മനുഷ്യൻ ആരായാലും മരിച്ചാൽ അവിടെ സന്തോഷം വേണമെങ്കിലും സമാധാനം വേണമെങ്കിലും പോയ ആൾക്കും ശുഭം വേണമെങ്കിൽ ഇവിടെ ദേവലോകത്തിൽ ഇവിടെ കരഞ്ഞാൽ അത് വരുമോ? അതുകൊണ്ട് ഇവിടെ ശുദ്ധിവിഹീനം, ഇവിടെ പവിത്രമല്ല ഒട്ടും. അതുകൊണ്ട് ചിത്തേ ഇത് വിചാരിച്ച്, മനസ്സിലത് വിചാരിച്ച് കണ്ടാൽ ഒരിക്കലും നിങ്ങൾ ദുഃഖിപ്പതിന് അവകാശമില്ല. കാരണം അദ്ദേഹം ഇവിടെ വേണ്ടുന്ന കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് സുഖങ്ങളെല്ലാം അനുഭവിച്ച് ആഗ്രഹങ്ങളെല്ലാം തീർന്ന് പോയേക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവിടെ നന്നായി സ്വർഗത്ത് പുണ്യങ്ങളെല്ലാം കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ജന്മം ഉണ്ടാവും. സ്വർഗത്ത് പോകുന്നവർ എത്ര നാൾ നമ്മൾ പുണ്യം ചെയ്തിട്ടുണ്ടോ അതെല്ലാം അനുഭവിച്ച് തീരുമ്പോൾ പിന്നെ ജനനമുണ്ട്. അങ്ങനെ മുക്തനായതല്ല. അപ്പോൾ സ്വർഗത്ത് പോയത് അങ്ങനെയാണ്. കാരണം നമ്മൾ പുണ്യത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി സ്വർഗത്തേക്ക് പോകും. അതുകൊണ്ട് ദുഃഖിപ്പതിന് അവകാശമില്ലേതുമേ. ദുഃഖേന കിം ഫലം മൃത്യുവശ ആത്മന. നമുക്ക് ദുഃഖിച്ചിട്ട് എന്താ ഫലം? മരിച്ചവർക്ക് താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ച് തൊഴിച്ച് മുറവിളിച്ചേറെ തളർന്നു മോഹിച്ച് വീണിടുവോർ. നമ്മൾ അച്ഛനായാലും മകനായാലും പ്രേതരായാൽ മരിക്കും. പിന്നെ അത് ആ ശരീരം പ്രേതമാണ്. അതുകൊണ്ട് അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ മൂഢരായുള്ളവർ, അത്രത്തോളം അറിവില്ലായ്മ കൊണ്ട് അജ്ഞാനികളാണ്, മാറത്തലച്ച് തൊഴിച്ച് മുറവിളിച്ചേറെ തളർന്ന് മോഹിച്ച് വീണിടുവോർ. അപ്പോൾ ജ്ഞാനികളായ അറിവുള്ള വിദ്വാൻമാരത് ചെയ്യുകയില്ല. അവിടെ എന്ത് വരും? അവർ നിസ്സാരമെത്രയും സംസാരം ഓർക്കിലോ സത്സംഗം ഒന്നേ ശുഭകരമായുള്ളൂ. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് നിസ്സാരമാണ്. ദേഹം ആർക്കായാലും ജനിച്ചാൽ മരിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെ അടിച്ച് നിലവിളിക്കുന്ന എന്താ? അറിവില്ലായ്മ കൊണ്ട്. അത് ശുദ്ധിവിഹീനമാണ്, പവിത്രമല്ല. അതുകൊണ്ട് നമ്മൾ ദുഃഖിപ്പാൻ പാടില്ല. എന്ത് വേണം അതിന്? നിസ്സാരമാണെന്ന് മനസ്സിലാക്കിയാൽ ഈ ലോകം, ഈ സംസാരം ഓർക്കിൽ, ഈ ലോകം ഓർക്കിൽ ഇത് നിസ്സാരമാണ്. ഈ കണ്ടതൊക്കെ അടുത്ത നിമിഷം തന്നെ കാണാതെ പോകുന്നതാണ്. ആര് ജനിച്ചാലും മരിക്കും, എപ്പോഴും പോകാം, എപ്പോഴും അത് ഇന്നല്ലെങ്കിൽ നാളെ, അത് അങ്ങനെയാണ്. അതുകൊണ്ടത് നിസ്സാരം. അത്രയും സംസാരം, ഈ സംസാരമാകുന്ന ഈ ഭൗതികം, ഈ ലോകം ഓർത്താൽ ഇത് നിസ്സാരമാണ്. സത്സംഗം ഒന്നേ ഇതിന് ശുഭകരമായുള്ളൂ. എന്താണ്? ശുദ്ധി വിഹീനത്തിൽ നിന്ന് മാറി നന്മയുണ്ടാകാൻ, വിശുദ്ധമാവാൻ എന്താ? സത്സംഗം, സജ്ജന സംസർഗം. സത്സംഗം ഒന്നേ ഇതിന് ശുഭകരമായുള്ളൂ. അതുകൊണ്ടാണ് അറിവുള്ളവർ അവിടെ ഇപ്പം നമുക്കറിയാം, നല്ല നല്ല മഹാത്മാക്കളൊക്കെ നമ്മുടെ ഈ കേരളത്തിലല്ലാത്ത നമ്മളിത് കാണുന്നത്. എത്ര നേരം ഇരുന്നാൽ അവരെല്ലാം ഭക്തന്മാർ, ആ ഒരു സന്യാസിയെ പോലുള്ള മഹർഷിമാർ ഇതായത് സമാധിയിലോ മരണമോ അകപ്പെട്ട അവരെ അങ്ങ് നാമം ചെല്ലൊക്കെ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കത്തെന്തെന്നാ, എത്രമാത്രമായിരുന്നു എല്ലാവരോടും ഒന്നിച്ച് ആരാധിക്കുന്നത്. രാമ രാമ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനത് ഇന്നലെ നമ്മളൊക്കെ എന്തോ പറയാം, മറന്നുപോയ പേരൊക്കെ അങ്ങ് പോകാം. സിയാറാം മറന്നുപോയി. അല്ല, മുടിയൊക്കെ ഒരുപാട് ജട പോലെ കിടക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പൂപ്പനെ. അന്തൊരു സന്യാസിയാ. അദ്ദേഹത്തിന് അടുക്ക ഇരുന്ന് എല്ലാം ശുശ്രൂഷിക്കുക. അങ്ങനെയൊക്കെ അതിന് ഭാഗ്യമാ. നിലവിളി എന്ന് പറഞ്ഞാൽ വല്ലതും ഉണ്ടോ? 100-130 വയസ്സങ്ങാണ്ടുണ്ടെന്നാ പറയാ. അപ്പോൾ സത്സംഗമാണിത് ആവശ്യം. സത്സംഗം ഒന്നേ ശുഭകരമായത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് നാണക്കേടായി കിടന്ന് കരയുന്നെന്ന് ഓർക്കുമ്പോഴാണ്. എത്രമാത്രം അത്ര വെറുതെ നെഞ്ചത്തടിച്ചും നിലവിളിക്കുന്നതൊക്കെ എന്തൊരു വല്ലായ്മയെന്നറിയാമോ? ആ മരിച്ചവർക്ക് പോലും ആശ്വാസം കിട്ടത്തില്ല. ആ ജീവനങ്ങ് വിഷമിക്കും. അവർ സന്തോഷമായിട്ട് പോകാൻ സമ്മതിക്കത്തില്ല അവർ. അതുകൊണ്ട് സത്സംഗം ഒന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിടുവാൻ നല്ലത് നിത്യമായുള്ളൊരു ശാന്തി അറിയ നീ. നമുക്ക് ശാന്തിയാണ് വേണ്ടത്. പോയവർക്കും ശാന്തി, ഇവിടെ ഉള്ളവർക്കും ശാന്തി. എന്താ അതിന്? സത്സംഗം, ആരാധന, ഈശ്വരാരാധന, ഈശ്വര കഥകൾ, ഇതൊക്കെ ശുഭകരമായുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് സൗഖ്യം വരുത്തിടുവാൻ, അതുകൊണ്ട് മാത്രമേ നമുക്ക് സുഖം ഉണ്ടാവൂ. അത് നല്ലത് നിത്യമായുള്ള ശാന്തി അറിയാം. നമുക്ക് ശാന്തത ഉണ്ടാക്കി തരും. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം. നമുക്ക് ജനിച്ചാൽ മരണം നിശ്ചയമാണ്. ജന്മം മരിച്ചവർക്കും വരും നിർണയം. മരിച്ചവർക്കോ ജനനവും വരും. മരിച്ചാൽ ജനിക്കുകയും ചെയ്യും, ജനിച്ചാൽ പിന്നെ മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് ലോക സ്വഭാവമാണ്, അത് പ്രകൃതിയുടെ നിയമമാണ്. ജന്മമുണ്ടാകിൽ നമ്മൾ മരണം നിശ്ചയമാണ്. മരിച്ചവർക്കാണെങ്കിലോ ജന്മവും വരും.
ആർക്കും തടുക്കരുതാതെ ഒരവസ്ഥ എന്ന് ഓർക്കണം. എല്ലാം സ്വകർമ്മവശഗതം. ഇത് ആർക്കും തടുക്കാൻ പറ്റത്തില്ല. ആര് ജനിച്ചാലും മരിച്ചിരിക്കും. ശരീരം എടുത്തു പോയോ, പ്രകൃതിയിൽ നമ്മൾ വന്ന് ജനിച്ചു പോയോ, പഞ്ചഭൂതം കൊണ്ടുണ്ടാക്കിയ ഈ ദേഹം നമ്മൾ എടുത്തു പോയോ, നമുക്ക് ജനനം എടുത്താൽ മരിക്കും നിശ്ചയമാണ്. ആർക്കോ തടുക്കാൻ പറ്റുകയില്ല എന്നോർക്കണം. എന്താ കാരണം? ഒരു കാരണം ഉണ്ടല്ലോ അതിന്. സ്വകർമ്മവശഗതം. നമ്മുടെ കർമ്മം കൊണ്ടാണ്. നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ജനിച്ച അങ്ങോട്ട് നമ്മൾ മരണം വരെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അത് ആഗ്രഹങ്ങൾ ഏറെ വർദ്ധിച്ചാണ് നമ്മൾ സാധാരണ. നമുക്കറിയാം, ഏതൊരു വീട്ടിൽ ആരെടുത്ത് നോക്കിയാലും നമ്മൾ ഇന്ന് കിട്ടുന്നതല്ല നാളെ അവർക്ക് ഒത്തിരി അന്വേഷിക്കാനായിട്ട് അങ്ങ് ഭ്രമിച്ചോടുകയാണ്. അപ്പോൾ ആഗ്രഹം ഇല്ലാണ്ടാണോ ഈ കിടന്നോടുന്നത്? ഓട്ടം ഓടിയോ വല്ല രക്ഷയുണ്ടോ? കിട്ടുന്നത് പോരാ. അപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിലെല്ലാം മെച്ചപ്പെടണം ആഗ്രഹം വർദ്ധിച്ച് കിടക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കർമ്മ വശഗതം കൊണ്ടാണ് വീണ്ടും വീണ്ടും മരിച്ചാലും പിന്നെ ജനിച്ചു വരുന്നത്. കർമ്മം ആഗ്രഹം കിടക്കുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് കർമ്മ വശഗതം എന്ന് പറയുന്നത്. അത് നന്മയായാലും തിന്മയായാലും. ഇപ്പോൾ ഈ ഭാഗവതം തന്നെ നമ്മൾ വായിക്കുന്നത് നന്മയാണ് കുട്ടിക്കോ. അത് ഞാനിത് നാളെ ഈ പിള്ളേർക്കെല്ലാം കൊടുത്തത് പോരാ എന്ന് ഞാനിത് വിചാരിച്ചാൽ ഞാൻ മരിച്ചാലും പിന്നെ ഞാൻ വന്നേ പറ്റൂ. ഇതെനിക്ക് നിർത്തൽ. അതിൽ സന്യാസിമാരൊന്നും അവസാനം ഒന്നും കൊടുക്കാതെ, എൻ്റെ അച്ഛനൊക്കെ ഒന്നും അറിഞ്ഞ ഭാവമേ ഇല്ലാതാ പോയേക്കുന്നത്. കാരണം എന്താ? അതൊരു ആർത്തി കിടക്കണ്ടെന്ന് കരുതിയതാ. നമ്മൾ എങ്ങനെയൊക്കെയാലും പിള്ളേർ പിള്ളേർ നമുക്കല്ലേ എന്ത് വേണം? ഇത്രയും മതി, ഇനി എനിക്ക് എപ്പോഴാണ് മരണം നമ്മൾ അറിയത്തില്ലല്ലോ എന്ന് നമ്മൾ നിർത്താം. എല്ലാം തെളിച്ച് എല്ലാത്തിനും മുക്തനായിട്ട് പോകാൻ ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ അറിയാതെ തന്നെ ഇപ്പം ഇതും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അപ്പം ഞാൻ പറയും, മക്കളെ ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ വായിക്കാം. ആ ഒരു വാക്കാണ്. വാക്ക് ശക്തിയുള്ളത്. അത് മന്ത്രമാണ്. ഈ ശബ്ദം, അത് വാക്കെന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ മന്ത്രമാണ്. അത് അത്രമാത്രം ഈ പ്രപഞ്ചം മൊത്തം നിലനിൽക്കും നമ്മൾ പറയുന്ന വാക്കുകൾ. അപ്പോൾ ആ വാക്ക് ഞാൻ എന്നും ഉപയോഗിക്കുന്നുണ്ട്. മക്കളെ ഇനി ബാക്കി നമുക്ക് നാളെ ആകാം. പക്ഷെ ആ വാക്കവിടെ കിടന്നാൽ അതുപോലെ ജനിക്കാൻ ആഗ്രഹം. എനിക്കിതിങ്ങനെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ഞാൻ കള്ളം പറയുമല്ലോ മക്കളെ. എനിക്ക് എത്ര കൊടുത്താലും മതി വരുന്നില്ല. എത്രത്തോളം എനിക്ക് അറിയാം അത്രത്തോളം എനിക്ക് കൊടുക്കുന്ന. പിന്നെ ആ അറിവ് തന്നെ വീണ്ടും കൊടുക്കുന്നേ. അറിവ് ഒന്നേ ഉള്ളൂ, അത് വീണ്ടും പല രീതിയിൽ കൊടുക്കുന്നു. അതെനിക്ക് മുഴുക്കുന്നില്ല. എനിക്ക് എപ്പോഴും മുഴുപ്പിച്ചേ പറ്റൂ. എനിക്കിതിൽ നിന്നെല്ലാം മോചനം നേടണം. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ ഇത് തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പോയാലോ, ഇന്നോ നാളെ ഞാനങ്ങ് മരിച്ചു പോയാൽ ഞാൻ ജനിക്കണ്ടേ? അത് ഇതൊക്കെ നിർത്തി, ഇതൊക്കെ സ്വച്ഛതയായി പിന്നെ പരമാത്മയിലേക്ക് അടുത്ത് എല്ലാത്തിൽ നിന്നും മുക്തനായി കഴിഞ്ഞാൽ അത് ജീവൻ മുക്തനാണ്. പിന്നെ നമുക്ക് ജനനമില്ല. പക്ഷെ ഇപ്പോഴെങ്ങനെ ഞാൻ മരിച്ചു പോയാൽ രക്ഷപ്പെട്ട് ജനിച്ചേ പറ്റൂ. അതുകൊണ്ട് എനിക്കത് ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ പറയുന്ന വാക്ക് ശരിക്കും അങ്ങനെ ഭഗവാനെ എന്ത് ചെയ്യും പറഞ്ഞു പോകണമല്ലോ ഞാനിങ്ങനെ. അതെൻ്റെ ആഗ്രഹം കിടക്കുന്നുണ്ടാണ്. ചിലപ്പോൾ ഞാൻ ഇനിയും ജനിച്ചു വരാം. എനിക്കിതൊരു ആഗ്രഹമുണ്ട്. പിള്ളേർക്കൊന്നും ഈ മക്കൾക്കൊന്നും കൊടുത്തത് പോരാന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളുടെ അനുഭവമാണ് നമ്മൾ ജനിക്കുന്നത്. തത്വം അറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്ര അർത്ഥ കളത്രാദി വസ്തുനാ വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ. നമ്മൾ ഭർത്താവായാലും ഭാര്യയായാലും മക്കളായാലും വസ്തുവകകളായാലും വീടായാലും എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും ഇതെല്ലാം വിട്ടുപോയാലും, നമ്മുടെ മക്കൾ പിരിഞ്ഞു പോകുന്നു, ഭർത്താവ് പിരിഞ്ഞു പോകുക, അല്ലെങ്കിൽ ഭാര്യ പിരിഞ്ഞു പോകുന്നു, എങ്ങനെ പോയാലും എന്ത് വേണം? ദുഃഖമില്ല. അതാണ് യഥാർത്ഥ ജ്ഞാനം. അതുപോലെ സ്വഭേദമെന്നാൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായാലോ സുഖവും ഇല്ലേതുമേ. ഇത് അറിയേണ്ട ഒരു കാര്യമാണ്. ഇത് ഒത്തവണ്ണം മിക്കവാറും പേർക്ക് അറിഞ്ഞൂടെ എന്തോ, അതൊരു വിവരിച്ച് കൊടുക്കാഞ്ഞിട്ടാണോ? ഞാനിത് വായിച്ചപ്പോൾ എത്രമാത്രം ഇതിനകത്തുള്ള അറിവാണിത്. ഇത് വേർപെടുമ്പോൾ നമ്മൾ എല്ലാത്തിനും ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം എനിക്ക് തന്നെ അനുഭവങ്ങളാണ്. ഞാൻ എല്ലാത്തിനും മുക്തമായി ഈശ്വരൻ അത് മനസ്സിലാക്കാനും പരീക്ഷിക്കാനും വേണ്ടി നമ്മളെ ഒറ്റയ്ക്കാക്കുന്നു. എല്ലാം മക്കൾക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നു. എന്നിട്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല. മക്കളെ എല്ലാം മാറ്റി നിർത്തുന്നു. എന്നിട്ട് എനിക്ക് വിഷമമില്ല. എനിക്ക് സന്തോഷവും നന്മ ഉണ്ടാകുമ്പോൾ എനിക്ക് സന്തോഷവും ഇല്ല. എന്നാൽ ഇത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇത് മറ്റുള്ള മക്കൾക്ക് പങ്കിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ആനന്ദമാണ്. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ മറ്റ് ഈ ലോകത്തിലുള്ള സർവ്വതും എന്ത് പോയാലും നമുക്ക് ദുഃഖമേ വരുന്നില്ല. അതാണ് നമ്മുടെ കർമ്മം അങ്ങനെ ആയി വരണം. അയ്യോ എൻ്റെ മക്കൾ എവിടെ പോയി? അവരെന്നെ വിട്ട് പോയോ? അവർ വേറെ മാറി താമസിക്കും, എന്നെ ഒന്ന് വിളിച്ചില്ലേ? മുമ്പൊക്കെ എന്നെ ഒരു നേരം വിളിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമവും കരച്ചിലാണ്. നിങ്ങൾ എന്നെ ഒന്ന് രാത്രി പോലെ ഒന്നും വിളിച്ചില്ലല്ലോ. പക്ഷെ ഇപ്പോൾ അങ്ങനെ ചിന്തയേ ഇല്ല, സന്തോഷം മാത്രം. അവരുടെ കാര്യം നോക്കി ജീവിക്കട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. നമ്മൾ തനിച്ച് വന്നു, തനിച്ച് പോകണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ ഈശ്വരൻ വരുത്തി വെക്കും.
എല്ലാത്തും നമ്മളെ മോചനമാക്കും. എന്താ, ഒരു ഭക്തനെ ഭഗവാൻ അങ്ങനെ കാത്തു രക്ഷിക്കും. എന്ത് വന്നാലും നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരും. കാരണം എന്താ, ഞാൻ ഭഗവാന്റെ സേവയാ, ദാസന, ദാസിയ. അതുകൊണ്ട് ഭഗവാൻ എനിക്ക് വേണ്ടുന്നതൊക്കെ എന്ത് കൈവിട്ട് പോയാലും എനിക്ക് എല്ലാവരും എൻ്റെ അടുക്ക വരുന്നുണ്ട്, ഒന്നും കുഴപ്പം. പക്ഷെ എന്നാലും എനിക്ക് എങ്ങനെ വന്നാലും വന്നില്ലേലും ഒന്നിനും എനിക്കൊരു സങ്കടമോ അത് പോയല്ലോ ഇത് പോയല്ലോ ഒരാൾക്കത് കൊടുത്തപ്പോൾ ഞാൻ അത് കൊടുത്തു പോയല്ലോ ഇതൊന്നും എനിക്കില്ല. അങ്ങനെ ആകണമെന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരും. അതുകൊണ്ടാണ് വേർപെടും നേരം ദുഃഖമില്ല. പുത്രരോ മിത്രങ്ങളോ സഹോദരങ്ങളോ അമ്മയോ അച്ഛനോ വസ്തുവകകളോ ധനങ്ങളോ ഒന്നും തന്നെ വേർപെടുന്നേരം ദുഃഖമില്ലേതുമേ. സ്വഭേദമെന്നാൽ ഇതെല്ലാം നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ കാത്തുകെട്ടി എല്ലാവരും കൂടെ നമ്മുടെ കൂട്ടം ഉണ്ടെങ്കിലും നമുക്ക് സുഖവുമില്ല, സന്തോഷവുമില്ല. എന്താ കാരണം, ഇതിലൊക്കെ ഒരു അർത്ഥമില്ല. എപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലെ കാലചക്രം രാത്രിയും പകലും വരുന്നത്. ഇത് ഇന്ന് പോകും നാളെ ഇങ്ങോട്ട് വരും. നമ്മളെന്ത് ദുഃഖിക്കണം? വന്നും പോയും അത് ഗതാഗതം. അത് വന്നും പോയി തന്നെ നിൽക്കും. അതിനെപ്പറ്റി ചിന്തിച്ച കാരണം ഇത്രയും 71 വയസ്സ് കഴിഞ്ഞ്. അപ്പം ഞാൻ ഇനി അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ? അത് നമ്മൾ അനുഭവത്തിൽ കൂടെ വന്നതല്ലേ. വന്നും പോയിരിക്കും, ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കും, ചിലപ്പോൾ പൊക്കോണ്ടിരിക്കും. ഇതിനെ ഓർത്തില്ലേ ഒരു ദുഃഖവും വേണ്ട, ഒരു സുഖവും വേണ്ട. വന്നെന്നും പറഞ്ഞ് കൂടെ ഒട്ടിയിരിക്കുന്നുണ്ട് സന്തോഷവും വേണ്ട. എല്ലാവരും വിട്ടുപോയെന്ന് പറയും, വീടോ കൂടോ ഒക്കെ വിട്ടുപോയെന്ന് പറയും ദുഃഖവും വേണ്ട. ഇതൊക്കെയും ആഗ്രഹമില്ലായ്മ കൊണ്ടാണ് അങ്ങനെ വരിക. അത് നമുക്ക് ഈശ്വരൻ കൂടെ ഒരു സഹായിയായി നിൽക്കും. കാരണം ഞാൻ അറിയാതെ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് പറയാം, ഞാനിനി ഞാൻ മാംസം കഴിക്കാറില്ല. ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുവാൻ ഇപ്പോൾ ഒരു 3-4 വർഷം കൊണ്ടേ അതും കഴിക്കുന്നില്ല. കാരണം ഞാൻ അറിയാതെ തന്നെ എനിക്കത് വേണ്ടാന്ന് തോന്നി. ഞാനൊരു ബുദ്ധിമുട്ടോ അതിൽ നിന്ന് ഇന്ന് വരെ എന്ത് കഴിച്ചാലും എനിക്ക് അതിഭയങ്കരമായ രുചിയുണ്ട്. എന്താ കാരണം? ഭഗവാന്റെ ഇഷ്ടം അതാണ്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സ് പോലും അറിയാതെ ഞാനത് നിർത്തിക്കളഞ്ഞത്. അത് കഴിച്ചതെന്നോർത്ത് എനിക്കൊരു വിഷമവും ഇല്ല, അത് കഴിക്കണമെന്ന് തോന്നലുമില്ല. കൊച്ചു മത്സ്യങ്ങൾ കഴിച്ചത് ഇപ്പം ഞാൻ ചിന്തിക്കും, അതൊക്കെ എൻ്റെ അച്ഛൻ വാങ്ങിക്കാൻ സമ്മതിക്കലായിരുന്നു. അങ്ങനെയൊക്കെ പിന്നെ പോകെയാണ് അമ്മയൊക്കെ അത് കഴിച്ച് ശീലിച്ചതുകൊണ്ടാണ് പിന്നെ അത് തുടങ്ങിയത്. പക്ഷെ അത് ഞാൻ ഈ ചുമന്നിരിക്കുന്ന മീനൊന്ന് ഈ ഇറച്ചി പോലുള്ള മത്സ്യങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ല. വെളുത്തിരിക്കുന്ന കൊച്ചു മീനുകളൊക്കെ കഴിക്കുക. ഇപ്പം അതൊന്നും 4 വർഷം കൊണ്ട് ഞാൻ കഴിക്കാറേ ഇല്ല. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തോന്നിക്കുന്നോ വേണമെന്ന് ഇല്ല. ചിലപ്പം തോന്നിച്ചെന്നുണ്ട് നീ കഴിച്ചോടാകില്ല. ചിലപ്പോൾ ദൈവം പറയും നീ കഴിച്ചെന്ന് പറഞ്ഞാൽ കഴിക്കുകയും ചെയ്യാം. കാരണം എല്ലാ അജ്ഞാനവും മാറണമെന്നാണല്ലോ പറയുന്നത്. എല്ലാത്തിൽ നിന്നും അജ്ഞാനം പാടില്ല ഒരു സന്യാസിക്ക്. അപ്പം അത് നമ്മൾ എന്നെ എങ്ങനെ ഇത് മതിയാക്കി അതുപോലെ എന്നെ അത് തുടങ്ങിച്ചാൽ അത് ഭഗവാന്റെ ഇഷ്ടം. എല്ലാം അങ്ങനെയേ കാണുള്ളൂ. എൻ്റെതായ ഒരു ഇഷ്ടവും ഞാൻ എടുക്കുന്നില്ല, എല്ലാം ഈശ്വരൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്കുക. അതുകൊണ്ട് സ്വഭേദം എന്നാൽ സുഖവുമില്ലേതുമേ. നമ്മളുടെ കൂടെ ഇതെല്ലാം ചേർന്ന് നിന്നാലും മക്കളെ കൂടെ ഒട്ടി നിന്നാലും എന്നെ നോക്കാൻ അവരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് കണ്ടാലും അതിൽ സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവിടെ സുഖവുമില്ല. എല്ലാം വേർപെട്ടാൽ നമുക്ക് ദുഃഖവും വരരുത്. അങ്ങനെ ആകണം ഒരു യഥാർത്ഥ ജ്ഞാനി. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ട് തന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. ബ്രഹ്മാണ്ട കോടി എത്രമാത്രം നഷ്ടമായാലും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർത്താൽ സംഖ്യയില്ലാതോളം ഉണ്ട് തന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തോരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. എത്രമാത്രം കോടാനുകോടി എന്തൊക്കെ ഉണ്ടായാലും വന്നാലും പോയാലും ഇതെങ്ങും ഒരു സംഖ്യയില്ലാതോളം ഉണ്ടായാലും ഇതെങ്ങും യാതൊരു അർത്ഥവുമില്ല. ഇതെല്ലാം ക്ഷണഭങ്കുരമാണ്. ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ. നമ്മൾ ജീവിക്കുമ്പോൾ ഇതിലൊക്കെ എന്താ അർത്ഥമുള്ളത്? മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തി ദേഹികൾക്കെന്നതും. അതുകൊണ്ട് മഹാജ്ഞാനികൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്താ ഇതിനൊക്കെ ബന്ധം? ഈ ദേഹങ്ങൾക്കും ദേഹികൾക്കും യാതൊരു കാരണം കൊണ്ടും നമുക്കിതൊന്ന് ഓർത്താൽ ഇതൊന്നും ക്ഷണഭങ്കുരമാണ്, ഇതൊന്നും ശാശ്വതമല്ല. ചിന്തിച്ചു മായാഗുണ വൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്ത് സംഭ്രമം. ചിന്തിച്ചാൽ ഈ മായാഗുണങ്ങൾ ഇതെല്ലാം മായയാണ്. ഈ വൈഭവങ്ങൾ ഇതെല്ലാം ഈ പ്രകൃതിയുടെ മായാഗുണ വൈഭവങ്ങളും അന്തർമുത. ഇത് ഉള്ളിൽ ചിന്തിച്ചാൽ അവർക്കെന്ത് സംഭ്രമം. ഇത് ഓർത്താൽ നമുക്ക് എന്താ സംഭ്രമിക്കാനുള്ളത്? കമ്പിത പത്ര അഗ്രലഗ്ന അമ്പു ബിന്ദുവൽ വിറച്ച് ഇങ്ങനെ തെറിച്ച് ഇലകൾ ഇങ്ങനെ കാട്ടിട്ട് തെറിച്ച് ഇങ്ങനെ ഇരിക്കും. ആ പത്രം ഇലയിൽ തുമ്പിൽ അഗ്രത്തിൽ ഒരു ലഗ്ന അമ്പു വെള്ളം, ഒരു തുള്ളി വെള്ളം ഒരു ഇലയുടെ തുമ്പിൽ ഇങ്ങനെ ഈ കൂമ്പ് പോലെ ഇങ്ങനെ അറ്റത്ത് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ നിൽക്കുക ഇലയുടെ. അത് വിറച്ച് ഇപ്പം വീഴും എന്ന് പറഞ്ഞിരിക്കും.
അത് കുറച്ച് നേരം വിറച്ച് നിന്നാലും അത് ആ ഒരു തുള്ളി എപ്പോഴും വീഴാം. അതുപോലെയാണ് സമ്പതിച്ചിടും ആയുസ് അതിനശ്വരം. നമ്മുടെ ആയുസ്സും അത്രയേ ഉള്ളൂ. ഇപ്പം പോകുമ്പോൾ നമ്മൾ ഇത്ര ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ അടുത്ത നിമിഷം എപ്പോഴും നമുക്ക് പോകാം, നമ്മൾ പോലും അറിയത്തില്ല. അത് അത്ര ഒരു ജ്ഞാനിയാണെങ്കിൽ അറിയാം നമുക്ക് ഇന്ന സമയം മരണമുണ്ടെന്ന് ഈശ്വരൻ നേരത്തെ കൂട്ടി നമുക്ക് പറയിക്കും. അത് എൻ്റെ അച്ഛനൊക്കെ അങ്ങനെയായിരുന്നു. അമ്മയ്ക്ക് അമ്മയുടെ ഉള്ളിൽ അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ അത്രയും നന്നായൊരു മരണം വന്നത്, അതും ഏകാദശി. ഈ പറഞ്ഞ സിയാറാം പേര് ബാക്കി സിയാറാം ബാബ, അദ്ദേഹം ഏകാദശി ഇടന്നാ പോയത്. എൻ്റെ അറിവിൽ എൻ്റെ അമ്മ, എൻ്റെ അച്ഛനായിരുന്നു എനിക്കറിയാം. അന്ന് എനിക്ക് അന്ന് ഏകാദശി നോക്കാമെന്ന് എനിക്കറിയാം. ഇത് തന്നെ എൻ്റെ അമ്മയുടെ കാര്യം അടുത്ത വീട്ടിലൊരു അമ്മാവന് ഇതിനെപ്പറ്റി കുറേ അറിയാവുന്ന ഒരാളായിരുന്നു. ഇത് പഞ്ചാംഗമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പം മരണസമയമൊക്കെ നോക്കാൻ അറിയാം. അത്ര അംബാനി എന്നാണ് വിളിക്കുക. അദ്ദേഹം അങ്ങനെയാണ്, നല്ല എല്ലാവരെയും അങ്ങനെയാണ് വിളിക്കുക. അംബാനിയെ അമ്മ നല്ല സമയത്താണല്ലോ പോയെന്ന്, ഏകാദശി പാരണ വിടുന്ന സമയം മരുന്ന് ആ സമയമാണ് പോയേക്കുന്നത് എന്ന് പറയുന്നപ്പോൾ എനിക്ക് അന്ന് അതിനെപ്പറ്റി 19 എത്ര വർഷം ആയില്ലേ, ഒത്തിരി 19 വർഷം കൊണ്ടായി അമ്മ പോയിട്ട്. പക്ഷേ അന്ന് എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ അറിയത്തില്ല, ഏത് ദിവസം പോകാം അങ്ങനെയൊന്നും അറിയില്ല. ആ മനുഷ്യൻ പറഞ്ഞാണ് ഞാൻ അറിയാം. അമ്മ എനിക്കങ്ങനെ നോക്കാനൊന്നും അറിയില്ലായിരുന്നു. ഏകാദശിക്ക് ഇത്രയും മഹാത്മ്യമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ഇതിന് ശേഷമാണ് അറിയുന്നത്. അമ്മ അങ്ങനെ അച്ഛൻ്റെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഇലയുടെ അറ്റത്ത് ഒരു തുള്ളി വെള്ളം വിറച്ച് നിൽക്കുന്ന ഇലയിൽ ഒരു തുള്ളി വെള്ളം നിന്നാൽ ഇപ്പം വീഴുന്ന പറയുന്നത് പോലെ സമ്പതിച്ചിടും ആയുസ് അതിനശ്വരം. അങ്ങനെ നമ്മൾ നശ്വരമാണ്, അനശ്വരമല്ല. അനശ്വരം അപ്പം നമുക്ക് എപ്പോഴും നശിക്കാവുന്നതാണ്. നമ്മളെ ആര് ജനിച്ചാലും പ്രാക്തന ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരപി. അപ്പോൾ അതിനുശേഷം വീണ്ടും ജനിക്കുന്നതാണ് പുനരപി ജനനം പുനരപി മരണം എന്ന് പറയുന്ന പോലെ. അതിനുശേഷം കർമ്മണ നമ്മുടെ ദേഹം നമ്മുടെ കർമ്മഫലം കൊണ്ട് പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരപി. ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണ ശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. നമ്മുടെ ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മുഷിഞ്ഞു പോകുമ്പോൾ പഴകി പോകുമ്പോൾ നമ്മൾ ആ വസ്ത്രം കളഞ്ഞിട്ട് വേറൊരു വസ്ത്രം എടുത്ത് ഉടുക്കുന്നത് പോലെ നമ്മുടെ ജീർണിച്ച ദേഹം കൊള്ളാതെ വരും. നമ്മളെ കൊണ്ടൊന്നും കൊള്ളായ്മയായിട്ട് വയസ്സുകൊണ്ടും ദേഹത്തിന് അസുഖം കൊണ്ടും ചിലപ്പം നമ്മുടെ ദേഹം കൊണ്ട് യാതൊന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ആ ദേഹത്തിനെ കളഞ്ഞിട്ട് ആ വേറൊരു ദേഹം എടുക്കുന്നു. അതായത് അതുപോലെ ഈ വസ്ത്രം മാറുന്നത് പോലെ ഉള്ളു. അതാണ് ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണ ശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ ഔവണ്ണം ഉപേക്ഷിച്ച് പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. അങ്ങനെ നമ്മൾ ഓരോ ദേഹങ്ങൾ മാറ്റിയിട്ട് അടുത്ത ദേഹം എടുക്കുന്നു. കാലചക്രത്തിൻ ഭ്രമണ വേഗത്തിന് മൂലം ഈ കർമ്മദേഹങ്ങൾ അറിയ നീ. ദുഃഖത്തിന് എന്തൊരു കാരണം ചൊല്ലു നീ, മുഖ്യജനമതം കേൾക്കാൻ ഞാൻ ചൊല്ലുവൻ. ദുഃഖത്തിന് എന്താ നീ ഇതിനൊക്കെ ഇങ്ങനെയുള്ള ദേഹത്തിനോട് എന്തിനാ ദുഃഖിക്കുന്നത്? നമ്മൾ ഇനിയും ജനിച്ചു തന്നെ വരും. നമ്മുടെ കർമ്മഫലം അങ്ങനെയാണ്, കർമ്മവശഗതമാണ്. അതുകൊണ്ട് അതിനോർത്ത് നീ ദുഃഖിക്കണ്ട. ആത്മാവിനില്ല ജനന മരണവും ആത്മനെ ചിന്തിക്കുക ഷഡ്ഭാവവുമില്ല. പരമാത്മാവാണല്ലോ, അതിൻ്റെ അംശമാണല്ലോ നമ്മളിലെല്ലാം ഇരിക്കുന്നത്. ആ ദേഹം മാറുമ്പോൾ ആത്മാവിന് നാശമില്ല, അത് പരമാത്മാവിൽ ലയിക്കുന്നു. അപ്പോൾ അതിന് ജനനവുമില്ല മരണവുമില്ല. ആത്മനെ ചിന്തിക്കുക, ഈ ആത്മഷഡ്ഭാവ ഭേദവുമില്ല. എന്താ ജനനം, അത് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ഇങ്ങനെ 6 അവസ്ഥയുണ്ട്. 6 ഷഡവസ്ഥ. ഷഡ്ഭാവമില്ല. ഈ പരമാത്മാവായ നമ്മളിരിക്കുന്ന ആ അംശമായിരുന്ന ആത്മാവിന് ഷഡ്ഭാവവുമില്ല, ജനന മരണങ്ങളില്ല. ആത്മനി അങ്ങനെയുള്ള ആത്മാവാണ്. നിത്യൻ ആനന്ദ സ്വരൂപൻ നിരാകുലൻ. പരമാത്മാവ് നിത്യനാണ്, ആനന്ദ സ്വരൂപനാണ്, നിരാകുലനാണ്. സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വൈനേകൻ പരൻ പരമൻ ശിവൻ. പരമാത്മാവ് ഇങ്ങനെയുള്ള ഭഗവാനാണ്. ഇത്തം അനാരതം ചിന്തിച്ചു ചിത്തെ ദൃഢമായി അറിഞ്ഞ് ദുഃഖങ്ങളും ഇതെല്ലാം മനസ്സിലാക്കി പരമാത്മാവ് ഇങ്ങനെയുള്ള അവസ്ഥയാണ്, ആനന്ദമാണ്, സർവാത്മാവ് സനാതനനാണ്, പരമ ശിവനാണ്. ഇത് മനസ്സിലാക്കി ചിന്തിച്ച് നമ്മുടെ മനസ്സിൻ്റെ ദുഃഖങ്ങളെല്ലാം മാറ്റണം. ദൃഢമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് അറിയുക. എന്നിട്ട് എന്ത് വേണം? ഈ ദുഃഖങ്ങളെല്ലാം ത്യജിക്കുക. ഇത് ഇങ്ങനെയുള്ള ഈശ്വരൻ പരമാത്മാവ് ഇങ്ങനെയുള്ള ആനന്ദ സ്വരൂപനാണ്, അതിൻ്റെ അംശമാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിന് നാശമില്ല, ജനന മരണങ്ങളില്ല, ഷഡ്ഭാവങ്ങളില്ല. അത് ജനിച്ച ശൈശവം, ബാല്യം, അങ്ങനെയുള്ള അവസ്ഥകളില്ല.
അതുകൊണ്ട് ഈ ദുഃഖം മനസ്സിലാക്കിയിട്ട് നമ്മൾ ദുഃഖങ്ങളെല്ലാം മാറ്റൂ. ദൃഢമായി നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ദുഃഖങ്ങളെല്ലാം തെക്കുത കളഞ്ഞിട്ട് തുടങ്ങുക. കർമ്മ സമൂഹവും സത്വരം ഏതും വിഷാദമുണ്ടാകുല. അതാണ് ഇന്ന് നമ്മൾ വായിച്ചത്. ഒത്തിരി സമയം പോയി. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരിവോം ഹരിവോം ഹരിവോം. ഇത് നമുക്ക് തീർന്നിനി സംസ്കാര കർമ്മം, അതായത് രാജാവിനെ അടക്കുന്നതാണ് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഞാൻ ഇങ്ങനെ പറയുന്നെങ്കിലും അത് മനസ്സോടുകൂടി ചിന്തിച്ച് പറയുന്നതല്ല, അങ്ങനെ പറയുന്നുള്ളതേ ഉള്ളൂ. ഞാനങ്ങനെ ആഗ്രഹിച്ച് പറയുന്നതല്ല മക്കളെ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നാളെ ജീവിച്ചിരിക്കുമ്പോൾ ഓർമ്മ ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ നാളെ അടുത്ത ദിവസം പറയാം എന്ന് പറയാൻ തൊട്ട്. എല്ലാവർക്കും നമസ്കാരം. ഹരിവോം ഹരിവോം ഹരിവോം.